ഡൽഹി സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലെ ബേസ്മെന്റിൽ വെള്ളം കയറി മുങ്ങി മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിന്റെ സംസ്കാരം നാളെ നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. രാത്രി 8:45 ഡൽഹി തിരുവനന്തപുരം ഇൻഡിഗോ വിമാനത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്, MP മാരായ ശശി തരൂർ, ഹൈബീഡൻ, P സന്തോഷ് കുമാർ എന്നിവർ RML ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നടപടികൾ ശക്തമാക്കി. അപകടം നടന്ന റാവുസ് കോച്ചിംഗ് സെന്ററിന് മുന്നിലെ ഓടകൾ കയറിയുള്ള നിർമ്മാണം പൊളിച്ചു നീക്കാൻ തുടങ്ങി. സമീപത്തെ 13 കോച്ചിംഗ് സെന്ററുകളുടെ ബേസ്മെന്റ് സീൽ ചെയ്തു. റാവുസ് കോച്ചിംഗ് സെന്റർ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമ ഉൾപ്പെടെ 5 പേരുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തി. നെവിന്റെ മൃതദേഹം ഇന്ന് രാത്രിയോടെയാണ് നാട്ടിലെത്തിക്കുക. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് എത്തിക്കുക. പേയാട്ടെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക. പേയാട് പ്രാരത്ത് നെവിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അമ്മയുടെ വസതിയാണ് ഇവിടേക്കാണ് കൊണ്ടുവരുന്നത്. എപ്പോഴത്തേക്കാണ് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം? രാത്രി 12:30 1 മണിയോടുകൂടി എയർപോർട്ടിൽ വരുമെന്നാണ് അറിവ്. 2 മണിക്കകത്ത് ഇവിടെ എത്തും. എന്തായാലും നാളെ 11:30 അടക്കുമെന്നാണ്. പക്ഷെ ഇന്ന് വീട്ടിൽ വയ്ക്കുക അല്ലെങ്കിൽ ആശുപത്രിയിൽ വയ്ക്കുക? വീട്ടിലായിരിക്കും. വീട്ടിൽ. ഇപ്പോൾ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? നെവിന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, സുഖമില്ലാതെ. അച്ഛനുണ്ട്. സഹോദരി ഹോസ്പിറ്റലിലാണ്. അവന് ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്? നാട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോയത് എപ്പോഴായിരുന്നു? ഒരു 8 മാസത്തിനകത്ത്. ഇവിടെ നിന്ന് പോയിട്ട് 8 മാസം വരുമല്ലോ. ഇതെപ്പോഴാണ് നിങ്ങൾ വിവരം അറിയുന്നത്? എപ്പോഴായിരുന്നു? ഇന്നലെ രാവിലെ. ഇതിനകത്തൊരു അനാസ്ഥ ഉണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൃത്യമായ പരിശോധനകൾ വേണമെന്നാണ്. അങ്ങനെ മറ്റു സ്ഥാപനങ്ങൾ അവിടെ പരിശോധന നടക്കുന്നുണ്ട്. പരിശോധന വേണമെന്നാണ് ആവശ്യം. ഏതായിരുന്നാലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. നെവിന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ കുടുംബവുമായി അടുപ്പമുള്ള ആളുകളും എല്ലാം തന്നെ ഇവിടെ എത്തി. മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടേക്ക് എത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരും എത്തിയിട്ടുണ്ട്. കാലടിയിലാണ് ഇവരുടെ കുടുംബം കഴിഞ്ഞ കുറേ വർഷമായി താമസിക്കുന്നത്. അച്ഛൻ്റെ നാട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇപ്പോൾ പേയാട് അമ്മയുടെ കുടുംബമാണ്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. 11 മണിയോടുകൂടി സംസ്കാരം നടത്താനാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അരുൺ സിന്ധുവിനൊപ്പം BB വിനോദ്, News 18 തിരുവനന്തപുരം.